ഇന്ന് റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. പള്ളികളിൽ ജുമാ നിസ്കാരത്തിന് വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മലപ്പുറം മദീൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത് കാഴ്ചശേഷിയില്ലാത്ത 3 പണ്ഡിതരാണ്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് നമുക്കിപ്പം മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകളുള്ള ദിവസമാണ്. പ്രത്യേക നിസ്കാരങ്ങളൊക്കെയും നടന്നു. മലപ്പുറം മദീൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഇന്നത്തെ ചടങ്ങിന്, അല്ലേ? തീർച്ചയായിട്ടും ആര്യ, നമുക്കറിയാം റമദാനിലെ ആദ്യ വെള്ളി വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ വിശുദ്ധമായതൊന്നാണ്. കാരണം റമദാൻ മാസം തന്നെ പ്രാർത്ഥനകളുടെ മാസമാണ്. അതിൽ ആദ്യ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അന്ന് സാധാരണ എല്ലാ സമയവും പള്ളികളിൽ തന്നെ വിശ്വാസികൾ ചെലവഴിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് കൂടുതൽ പ്രത്യേക പ്രാർത്ഥനകളും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പള്ളികളും നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. നമ്മൾ നിൽക്കുന്നത് മദീൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് ഭിന്നശേഷിക്കാരായ ശാരീരികമായുള്ള പരിമിതികളെ മാനസികമായുള്ള കരുത്തുകൊണ്ട് അതിജീവിച്ച് പ്രാർത്ഥനകൾക്കും മറ്റ് ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഒരു 3 പണ്ഡിതരാണ് ഇന്നിവിടെ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത്. അവരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടല്ല, കഴിഞ്ഞ വർഷവും നമ്മൾ ഈ റംസാനിലെ ഒരു ദിവസം വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ അനുഭവം പങ്കുവച്ചിരുന്നു. ഇത്തവണ എന്തൊക്കെ കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്? പ്രധാനമായിട്ടും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. കാരണം വർഷം തോറും ഞങ്ങൾക്കായിട്ട് ഇങ്ങനൊരു അവസരം സ്ഥാപനം ഒരുക്കി തരിക എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഞങ്ങൾക്കൊക്കെ പലപ്പോഴും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഒരു ഉദ്യമത്തിലൂടെ ഞങ്ങൾക്ക് സാധിക്കണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജുമാന്റെ മൊത്തം കാര്യങ്ങൾ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം തന്നതിൽ സ്ഥാപനത്തോടും ബഹുമാനപ്പെട്ട ഉസ്താദ് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദിനോടും. ശരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എത്രമാത്രം ഒരു ആത്മവിശ്വാസമാണ് തോന്നുന്നത്? ചോദ്യം, അതായത് സാധാരണ നമ്മൾ കാഴ്ചശേഷിയില്ലെന്ന് പറഞ്ഞ് പലരും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവിടെ നിന്നും ഇത്രയും അധികം ആളുകൾ പ്രാർത്ഥനകൾക്ക് വരുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് ജീവിതത്തിൽ തന്നെ വലിയൊരു ആത്മവിശ്വാസം കിട്ടുന്ന അല്ലെങ്കിൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇത് ഇത്രയൊരു ജനക്കൂട്ടത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളതും അതുപോലെ അതും റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലെ മുസ്ലിങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു ദിവസത്തിൽ ഇത്തരം അവസരം ഞങ്ങൾക്ക് കിട്ടുക എന്നുള്ളതൊക്കെ ഒരുപാട് കോൺഫിഡൻസ് നൽകുന്നൊരു കാര്യമാണ്. ഒരുപാട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നൊരു കാര്യം. ഇന്ന് പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള ഒരു കർമ്മമായ മഹേശ്വരയും പിന്നെ ബാങ്കും ആണ് ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടല്ലോ മുമ്പ് ചെയ്തിട്ടില്ല? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം നമ്മൾ സംസാരിച്ചു. അതെ അതെ. ഇപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും നമുക്ക് കൂടുതൽ അവസരങ്ങൾ വരുന്നു, നമ്മളെ ചേർത്ത് നിർത്തുന്നു. എന്താണ് ഈ റമദാനിൽ ഇത് പങ്കുവെക്കാനുള്ളത്? അൽഹംദുലില്ലാഹ്, വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം നമ്മുടെ സ്ഥാപനങ്ങൾ ഇപ്പോൾ വർഷം തോറും നമുക്ക് ഇങ്ങനെയുള്ള ധാരാളം അവസരങ്ങൾ നൽകുന്നു എന്നതാണ്. ആ അവസരം നൽകുന്നതിലൂടെ നമ്മളെപ്പോലെ ഇപ്പോൾ സമൂഹത്തിൽ നമ്മളെപ്പോലുള്ളവരെ പലപ്പോഴും താത്തിക്കെട്ടാറുണ്ട്. ഈ അവസരങ്ങളിലൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കുകയും നമുക്കിങ്ങനെയുള്ള അവസരങ്ങൾ നൽകുകയും നമ്മളെല്ലാ നിലക്കും ഉയർന്നവരാണ്, നമുക്കെല്ലാത്തിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കുന്ന നമുക്കൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു അവസരമാണ് ഇത്. ഈ അവസരം തന്ന സ്ഥാപനത്തിനും അതേപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾക്കും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികൾക്കും. ഒരാൾ കൂടി ചേരുന്നുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള പ്രഭാഷണം താങ്കളല്ലേ? അല്ലേ? എന്തൊക്കെ സന്ദേശമാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രഭാഷണത്തിൽ സന്ദേശമായിട്ട് നൽകിയിരുന്നത്? സന്ദേശം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത് പ്രധാനമായിട്ടും നമ്മുടെ റമദാനുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയാണ് റമദാനിന്റെ പവിത്രതകളും മറ്റുമായിട്ടുള്ളതാണ് കൂടുതലും. പിന്നെ സൈഡിൽ സമകാലികമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലഹരി ഉപഭോഗം ഇപ്പോൾ സമൂഹത്തിൽ നല്ല രീതിയിൽ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
അതിനായിട്ടുള്ള ബേസ് ആയിട്ടുള്ളൊരു രീതിയിലാണ്. ചെറിയ പ്രഭാഷണമാണ്. ഇതാണ് വലിയ സന്തോഷം തോന്നുന്നു അല്ലേ? അതെ. വലിയ സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അല്ലേ? കാരണം നമ്മൾ ഇത്രത്തോളം പല സ്ഥലത്തും ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരെ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ നമുക്ക് തരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഉസ്താദിനെ ഉസ്താദിനെ നമ്മൾ പറയാനുണ്ട്. കാരണം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും പല ആളുകളും, പല ഉസ്താദുമാരും, പല നേതാക്കളും ഭിന്നശേഷിക്കാരെ കൈപിടിച്ച് ഉയർത്തണമെന്ന് ഒരു വാക്കിൽ മാത്രം ഒതുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ഇപ്പോൾ നമുക്ക് ഒരു തരത്തിലും മാറ്റി നിർത്തേണ്ടവരല്ല, ചേർത്ത് നിർത്തേണ്ടവരെന്ന വലിയൊരു സന്ദേശം നൽകുകയാണ്. റമദാനിലെ ജുമാനുസ്കാരം, പൊതുവെ ജുമാനുസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവർ പ്രമുഖരായ പണ്ഡിതന്മാരാണ്. റമദാനിലെ ജുമാനുസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവർ വലിയ പണ്ഡിതന്മാരും പ്രമുഖരുമായുള്ളവരാണ് എല്ലായിടത്തും. വിശുദ്ധ ഹറമിലെ മക്കയിലും മദീനത്തൊക്കെ അവിടുത്തെ ഇമാമുമാരുടെ കൂട്ടത്തിലെ ഏറ്റവും ഉയർന്നവരാണ് റമദാനിലെ ജുമാനുസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിക്കാറ്. അതേപോലെ റമദാനിലെ ആദ്യ ജുമാക്ക് മഅദിനിൽ ഭിന്നശേഷിക്കാർ നേതൃത്വം നൽകട്ടെ എന്ന് മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി തങ്ങൾ തീരുമാനമെടുക്കുന്നത് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് ഇതിനൊക്കെ സാധിക്കും എന്നുള്ളത് സമൂഹം മനസ്സിലാക്കാനും സമൂഹം അത് ഏറ്റെടുക്കാനും കൂടിയാണ്. ആ രൂപത്തിൽ ഇവരെ വർഷങ്ങളോളം പരിശീലനങ്ങളും മതവിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് വളർത്തിയെടുത്ത് ഇന്ന് നമ്മൾ കണ്ടതാണ് അവരുടെ ഖുതുബയും പ്രസംഗവും അതുപോലെ നിസ്കാരത്തിന്റെ നേതൃത്വവും ദുആയും മാഷറയും എല്ലാം അവർ സുന്ദരമായിട്ട് നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരെ രൂപപ്പെടുത്തിയെടുത്തതിന് ശേഷം ആണ് ഇന്നും ഒക്കെ നമ്മളത് കണ്ടത്. ഇതേപോലെ വിദ്യാഭ്യാസ മേഖലയിലും JRFും നെറ്റും ഇതുപോലെ പ്രൊഫസർമാരായിട്ടും പല രൂപത്തിൽ ഈ ഭിന്നശേഷിക്കാർ ഉയർന്നു വരുന്ന ഒരു ചിത്രം അതിനുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ മാസങ്ങളിലും വർഷങ്ങളിലും നമ്മൾ കണ്ടു. അതാണ് ആര്യ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒരു ഇന്നത്തെ ആദ്യ വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനകൾക്ക് ഇവർ നേതൃത്വം കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. കാരണം സാധാരണ അദ്ദേഹം പറഞ്ഞതുപോലെ മുതിർന്ന പണ്ഡിതർ നേതൃത്വം കൊടുക്കുന്ന സാഹചര്യത്തിലാണ് അതിനു പകരം പരിമിതികളെല്ലാം തന്നെ മറികടന്ന് അകക്കണ്ണുകൊണ്ട് എല്ലാം കണ്ടും മനസ്സിലാക്കിയും സാധാരണക്കാർക്കൊപ്പം എത്തി അവർക്ക് മുമ്പിലെത്താൻ ശ്രമിക്കുന്ന 3 പേർ ഈ പ്രാർത്ഥനകൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് ഒരു മാതൃക തീർത്തിരിക്കുന്നത്. എന്നാണെങ്കിലും റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാവുന്ന മനോഹരമായ കാഴ്ചകൾ ഒന്ന് തന്നെയാണ് മഅദിനിലെ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഇവർ നേതൃത്വം കൊടുത്തത്. ആര്യ, തീർച്ചയായും അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ലൊരു കാഴ്ചയാണ് മലപ്പുറത്ത് നിന്ന് അനുമോദ് നമുക്കായി കാട്ടിത്തന്നത്. ഇനിയും ഇത്തരം നല്ല കാഴ്ചകളുണ്ട്, അതിലേക്കാണ് പോകുന്നത്. ഇസ്ലാം മത വിശ്വാസികൾക്ക് നോമ്പ് കാലമാണിത്, നമുക്കറിയാം. ഈ തിരക്കുള്ള കാലത്ത് യാത്രകളിലും മറ്റുമായി തിരക്കിലായവർക്ക് നോമ്പ് തുറക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുകയാണ് പട്ടാമ്പിയിലെ SYS. ഇതുവഴി കടന്നു പോകുന്നവർക്ക് നോമ്പുതുറ കിറ്റുകളും നൽകുന്നുണ്ട്. ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. വഴിയാത്രക്കാർക്ക് നോമ്പുതുറയ്ക്ക് സൗകര്യമൊരുക്കുകയാണ് SYS. പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഇഫ്താർ ഖൈമ വഴിയാണ് നോമ്പുതുറക്കുള്ള ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്യുന്നത്. ബസ് യാത്രക്കാർക്കും ദീർഘദൂര ലോറി ഡ്രൈവർമാർക്കുമൊക്കെ ഇത് ഏറെ സഹായകരമാണ്. ഓരോ ദിവസവും 200ഓളം ആളുകൾക്കാണ് SYSന്റെ ഈ ഒരു ഇഫ്താർ ഖൈമ വഴി നോമ്പ് തുറക്കുവാൻ കഴിയുന്നത്. ഈ ഒരു പദ്ധതി ഈ നോമ്പ് മാസം മുഴുവൻ പട്ടാമ്പിയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നോമ്പ് തുറക്കാൻ വേണ്ടി SYSന്റെ സാമൂഹികം ഡയറക്ടറേറ്റിന് കീഴിൽ സംവിധാനിച്ച ഇഫ്താർ ഖൈമയുടെ പ്രവർത്തിക്കും. ഇതുമായി സഹകരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ നന്ദികളും അറിയിക്കുന്നു. ഇഫ്താർ ഖൈമയിൽ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകർ തയ്യാറാക്കിയ വിഭവങ്ങളാണ് നൽകുന്നത്. വിശുദ്ധ റമദാൻ ആത്മവിശുദ്ധിക്ക് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൂടിയാണ് പാതയോരങ്ങളിൽ ഇഫ്താർ ഖൈമകൾ ഒരുക്കിയുള്ള നോമ്പുതുറ. ന്യൂസ് 18 പാലക്കാട്.